റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദില്ലിയിലെ മുസ്ലിം ലീഗ് ആസ്ഥാനത്ത് CH മുഹമ്മദ് കോയയുടെ സ്മരണകളില്ലാത്തതിനെ ചൊല്ലി വിവാദം. കെട്ടിടത്തിലെ ഒരു മുറിയിൽ പോലും പേരില്ലാത്തതിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. മുതിർന്ന ലീഗ് നേതാവും CHന്റെ മകനുമായ MK മുനീർ നേതൃത്വത്തിന് മുന്നിൽ പരാതിയുമായി എത്തി. അതേസമയം CH മുഹമ്മദ് കോയയെ ലീഗ് മറന്നുവെന്ന് KT ജലീൽ MLAയും വിമർശിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുസ്ലിം ലീഗുകാരനാണ്. കേരളത്തിൽ വിഭജനാനന്തരം ഒരേ ഒരു മുസ്ലിം ലീഗുകാരനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ. അത് CH മുഹമ്മദ് കോയ സാഹിബാണ്. ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു CH ഏറെക്കാലം. ആ CHന്റെ പേരിൽ ഒരു കുളിമുറി പോലും ഖായിദമില്ലത്ത് സൗദത്തിലില്ല. അവിടെ പല നേതാക്കന്മാരെ പേരിലുണ്ട്. പക്ഷെ ഒരു ബാത്റൂമെങ്കിലും നിങ്ങൾക്ക് CHന്റെ പേരിൽ ഉണ്ടാക്കിക്കൂടായിരുന്നോ? ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സൗദത്തിൽ. അപ്പ കാണുന്ന ആൾക്കാരെ അപ്പാന്ന് വിളിക്കണേ പോളിസിക്കാരെ. CH ഇപ്പൊ മരിച്ചുപോയില്ലേ? CH ചത്ത കുതിര എന്ന് പറഞ്ഞപ്പോ ഗർജിക്കുന്ന സിംഹമാണ് എന്ന് ലീഗ് അനുകാരികൾക്ക് ആവേശം പകർന്ന നേതാവാണ്. ആ നേതാവിനെ മറക്കാൻ പാടുണ്ടോ? VS രഞ്ജിത്ത് ഉണ്ട് നമുക്കിപ്പം. VS രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ് VS രഞ്ജിത്ത്. ഇപ്പോൾ നമ്മൾ ആ കെട്ടിടമൊക്കെ പോയി കണ്ടു, നമ്മളത് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ശ്രദ്ധയിലും അത് പെട്ടില്ല. പക്ഷേ ഇപ്പോൾ CHന്റെ പേര് ഒരിടത്തും ഇല്ലേ? അതെന്താണ് അങ്ങനെ സംഭവിച്ചത് VS രഞ്ജിത്ത്? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. കാരണം ലീഗുമായി ബന്ധപ്പെട്ട എല്ലായിടങ്ങളിലും CHനെ ഓർമ്മിക്കുന്നൊരു പതിവുണ്ട്. VS രഞ്ജിത്ത്. തീർച്ചയായിട്ടും ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം ഖായിദമില്ലത്തിന്റെ പേരിലാണ്. ലീഗിന്റെ ദേശീയ സ്ഥാപകനായിട്ടുള്ള ഖായിദമില്ലത്തിന്റെ പേരിലാണ് ആ കെട്ടിടമുള്ളത്. ആ കെട്ടിടത്തിനകത്ത് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അഹമ്മദിനുൾപ്പെടെ അവിടുത്തെ ലൈബ്രറി, അവിടുത്തെ ഓരോ റൂമുകൾ, അവിടുത്തെ ഗവേഷണ കേന്ദ്രം, അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ CH മുഹമ്മദയുടെ പേരിൽ ഒരു മുറി പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. നേരത്തെ ചെന്നൈയിൽ ഒരു ആസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അവിടെയും CHനെ മറന്നിരുന്നു. അത് പിന്നീട് വിമർശനം ഉണ്ടായപ്പോൾ അവിടെ CHന്റെ ഫോട്ടോ ഒക്കെ സ്ഥാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പോൾ കേന്ദ്ര ആസ്ഥാനത്ത് വലിയ തുക 10-30 കോടി രൂപ ചെലവാക്കി ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിൽ CHനെ മറക്കുക എന്ന് പറഞ്ഞാൽ ലീഗിനെ സംബന്ധിച്ച് CH മാത്രമാണ് ലീഗിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തി, സ്പീക്കറായിട്ടുള്ള വ്യക്തി. അതോടൊപ്പം തന്നെ 2 തവണ പാർലമെന്റിലും CH ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ദേശീയ നേതാവ് തന്നെയാണ് CH മുഹമ്മദ് കോയ എന്ന് പറയുന്നത്. ആ CHന്റെ ഫോട്ടോ അല്ലെങ്കിൽ CHന്റെ ഒരു പേര് അത് ഈ പറയുന്ന ഖായിദമില്ലത്ത് ആസ്ഥാനത്ത്, അതായത് ലീഗിന്റെ കേന്ദ്ര ആസ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ്. KT ജലീൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു പരിപാടിയിൽ സംസാരിക്കുമ്പോൾ CHനെ മറന്നു എന്ന രീതിയിൽ വിമർശിച്ചു. അതായത് ലീഗിനകത്ത് പുകയുന്ന അമർഷത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് KT ജലീലിന്റെ ഉത്തരവാദിത്തം. ആ അമർഷം പുറത്തു കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ അതിനെ ഒന്ന് വിമർശിക്കുന്ന തരത്തിൽ വലിയ രൂക്ഷമായ പ്രസംഗമാണ് KT ജലീൽ നടത്തിയിട്ടുള്ളത്. ഇത് MK മുനീർ, CHന്റെ മകൻ കൂടിയായിട്ടുള്ള MK മുനീർ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി MK മുനീർ ഈ വിഷയം സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗ് നേതൃത്വം ഇടപെട്ട് പക്ഷേ ഒരു പരിഹാരത്തിലേക്ക് എത്തിയേക്കാം. ഏതായാലും CH മുഹമ്മദ് കോയയെ ലീഗിന്റെ ഡൽഹി ആസ്ഥാനത്തിൽ അനുസ്മരിച്ചില്ല എന്നുള്ള, അദ്ദേഹത്തിന്റെ ഒരു സ്മരണയും അവിടെ നിലനിർത്തിയില്ല എന്നുള്ള ഗുരുതരമായൊരു വിവാദം ഇപ്പോൾ ലീഗിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്.